Hello everyone. In this part, we'll see business cycle. Business cycle is a phenomenon that shows the periodic fluctuations in economic activity over a time. അതായത് ഒരു ഇക്കണോമിയിൽ സംഭവിക്കുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്. ആ ചേഞ്ചസിനെ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ കൂടുന്നത് കുറയുന്നത്, ഇൻകം കൂടുന്നത് കുറയുന്നത്, അതുപോലെ എംപ്ലോയ്മെന്റ്, ട്രേഡിൽ ഇതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കുന്നത്. എല്ലാ ഇക്കോണമിയും ഒരേപോലെ സ്റ്റേബിൾ ആയിക്കൊള്ളുന്നില്ല. അതിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമ്മുടെ ലൈഫ് പോലെ തന്നെ നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്റ്റേബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ലോ ആയിരിക്കും, ചിലപ്പോൾ ഒരു മീഡിയം സ്റ്റേജിൽ എത്തും. അങ്ങനെ അതിന്റെ പ്രോസസ്സ് കാണിക്കുന്നതാണ് இந்த ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദർ ആർ ബേസിക്കലി 5 phases ഫോർ എ ബിസിനസ് സൈക്കിൾ. ഒരു ബിസിനസ് സൈക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ആക്സിസിലെ ടൈം, വൈ ആക്സിസിൽ GDP ഒക്കെ വെച്ചിട്ട് വരയ്ക്കും. അത് കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരു പീക്ക് ആദ്യം വരും. പീക്ക്, റിസഷൻ, പിന്നെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഡിപ്രഷൻ, പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ പൊങ്ങി വരും റിക്കവറി ആൻഡ് എക്സ്പാൻഷൻ. ബിസിനസ് സൈക്കിൾ ചോദിക്കുന്ന സമയത്ത് ഡയഗ്രാം വരയ്ക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ലെറ്റ്സ് എക്സാമിൻ ഈച്ച് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ. എക്സ്പാൻഷൻ, ബൂം ഓർ പ്രോസ്പെരിറ്റി. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ് ആണ്. ഇതാ എല്ലാതും എക്സ്പാൻഷൻ കണ്ടോ, എല്ലാതും എക്സ്പാൻഡ് ചെയ്യുന്ന ഫേസ് ആണ് എക്സ്പാൻഷൻ. എല്ലാതും നല്ല ഹൈയിൽ നിൽക്കുമായിരിക്കും. പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെന്റ് കൂടും, ഇൻകം കൂടും, ഡിമാൻഡ് എല്ലാതും മൊത്തത്തിൽ ഹൈയിൽ നിൽക്കുന്നതാണ് എക്സ്പാൻഷൻ. പീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നതാണ് പീക്ക്. ഈ ഒരു പീക്ക് കഴിഞ്ഞാൽ ഉടനെ ഒരു ഡൗൺഫോൾ അവിടെ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരു പീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഡൗൺഫോൾ ഉണ്ടാവും. So here economy is at maximum output, but will have slides of signs of inflation. പണപ്പെരുപ്പത്തിന്റെ സൈൻസ് അവിടെ ഉണ്ടാവും. Okay, what was inflation? Inflation is rise in price and decrease in value. പ്രൈസ് കൂടും, പൈസ കൂടും, പക്ഷെ വാല്യൂ കുറയുന്നത്. അതായത് പണ്ട് നമുക്ക് 10 രൂപയുടെ ലേസിൽ ഒരുപാട് സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 10 രൂപയുടെ ലേസിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ പണ്ട് നമുക്ക് ഒരു ചോക്ലേറ്റിന് 20 രൂപ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ നമ്മൾ അതിന് 30 രൂപ കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ. സോ പീക്ക് മൊമെന്റിൽ, ആ പീക്ക് സ്റ്റേജിൽ ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ പീക്ക് കഴിഞ്ഞാൽ പിന്നെ റിസഷനിലേക്ക്, കോൺട്രാക്ഷൻ. കണ്ടേ, ഇതാ മെല്ലെ മെല്ലെ താഴോട്ട് വരുന്ന ഫേസ് ആണ് റിസഷൻ. എവറിഥിങ് സ്റ്റാർട്ട്സ് ഡിക്ലൈൻ, പ്രൊഡക്ഷൻ, ഡിമാൻഡ് ഒക്കെ കുറയും, അൺഎംപ്ലോയ്മെന്റ് കൂടും, അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, പ്രോഫിറ്റ് കുറയും. ഇപ്പൊ കുറയുന്ന ഒരു സ്റ്റേജാണ് റിസഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് താഴോട്ട് എത്തിയതാണ്, താഴെ പോയിന്റിൽ എത്തിയതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ ഇക്കോണമിക് ആക്ടിവിറ്റി ഈസ് മിനിമൽ. അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഇൻകം ലെവൽ കുറയും. ഓക്കെ, പിന്നെ അടുത്ത ഫേസാണ് റിക്കവറി. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും മെല്ലെ 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 വീണ്ടും നമ്മുടെ നല്ല ഫേസിലേക്ക് റിക്കവർ ചെയ്യുന്നത്. സോ റിക്കവറി, ഇൻ ദിസ് ഫേസ് ഇക്കോണമി ബിഗൻസ് ടു ഇംപ്രൂവ് അഗെയിൻ. എല്ലാതും കൂടും, മെല്ലെ മെല്ലെ കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടും, എംപ്ലോയ്മെന്റ് കൂടും, ഡിമാൻഡ് കൂടും, പിന്നെ നമ്മൾ മെല്ലെ അടുത്ത ഫേസിലേക്ക് എത്തും. അടുത്ത ഫേസ് ഏതാണ്, എക്സ്പാൻഷൻ. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരും. ഈ 5 ഫേസും എന്താണ്, 5 ഫേസും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. നമ്മുടെ ലൈഫിലെ ഫേസ് പോലെ റിപ്പീറ്റ് ചെയ്ത് വരും. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ബിസിനസ് സൈക്കിൾ. ഓക്കെ, നൗ വിൽ സി ഇംപ്ലിക്കേഷൻസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിന്റെ സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫേസസ് ഓർ സ്റ്റേജസ് പഠിച്ചു വെക്കുക. ഇംപ്ലിക്കേഷൻസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന്റെ ഇമ്പാക്ട് എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ബിസിനസിന്റെ ഇമ്പാക്ട്, അതായത് ബിസിനസിന്റെ പെർഫോമൻസ്, അതിന്റെ സ്റ്റെബിലിറ്റി, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സൈക്കിൾ സഹായിക്കും. അതായത് എക്സ്പാൻഷന്റെ സമയത്ത് ബിസിനസ് ഒക്കെ നല്ലതായിരിക്കും, സെയിൽ കൂടും, പ്രോഫിറ്റ് കൂടും. റിസഷൻ, ഡിപ്രഷന്റെ സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്, അവിടെ ഡിമാൻഡ് കുറയും, പ്രോഫിറ്റ് കുറയും. പിന്നെ എംപ്ലോയ്മെന്റിന്റെ കേസിൽ നമുക്കറിയാം, ബിസിനസ് സൈക്കിളിന്റെ ഏത് ഫേസിലൊക്കെയാണ് എംപ്ലോയ്മെന്റ് കൂടുന്നത്, എക്സ്പാൻഷൻ, പീക്ക്, ഈ സ്റ്റേജിലൊക്കെ എംപ്ലോയ്മെന്റ് കൂടിയിരിക്കും. റിസഷൻ, ഡിപ്രഷന്റെ സമയത്തൊക്കെ എംപ്ലോയ്മെന്റ് കുറഞ്ഞിരിക്കും. ഇനി ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, സെയിം തന്നെ. ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ ഫേസിൽ
എക്സ്പാൻഷൻ പീക്കിൽ ഇൻകം സ്റ്റാൻഡേർഡ് ഒക്കെ കൂടും. റിസഷൻ ഡിപ്രഷൻ ഒക്കെ വരുമ്പം ഇൻകം സ്റ്റാൻഡേർഡ് ഒക്കെ കുറയും. പിന്നെ വീണ്ടും റിക്കവറിയിൽ മെല്ലെ 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 കൂടിയിട്ട് എക്സ്പാൻഷനിൽ ഇൻകവും ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കൂടും. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻസ് അതുപോലെ തന്നെ എക്സ്പാൻഷന്റെ സ്റ്റേറ്റിൽ എല്ലാവരും നല്ല എന്താണ് ഓപ്റ്റമിസ്റ്റ് ആയിരിക്കും. അവർ കൂടുതൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ടെക്നോളജിയും എല്ലാ കാര്യങ്ങളും ഗ്രോ ചെയ്യും. പക്ഷെ റിസഷനും ഡിപ്രഷന്റെ സമയത്ത് ആൾക്കാർ പൈസ മുടക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി കാണിക്കില്ല. അവിടെ പൈസ മുടക്കാൻ ആൾക്കാർ മടിക്കും. Now about inflation and deflation. During expansion, high demand for goods and services can lead to rising prices. നമ്മൾ ഓൾറെഡി കണ്ടു ഈ പീക്ക് സ്റ്റേജിൽ എക്സ്പാൻഷൻ കഴിഞ്ഞ് പീക്ക് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇവിടെ ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിമാൻഡ് ഒക്കെ കൂടിയിട്ട് പ്രൈസ് കൂടിയിട്ട് ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡ്യൂറിങ് ഡിപ്രഷൻ ലോ ഡിമാൻഡ് റിസൾട്ട് ഇൻ ഫോളിംഗ് പ്രൈസസ് കോസിംഗ് ഡിഫ്ലേഷൻ. ലോ പ്രൈസസ് ഡിപ്രഷന്റെ ഒക്കെ സമയത്ത് പ്രൈസ് ഒക്കെ കുറഞ്ഞിട്ട് അവിടെ ഡീഫ്ലേഷൻ ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡീഫ്ലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. Now implication on financial market. In times of economic growth, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. നേരെ മറിച്ച് റിസഷൻ ഡിപ്രഷൻ സമയത്ത് എന്താണ് എല്ലാതും ഡൗൺഫോൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. So this is all about business cycle. Phase is very important and implications of business cycle.